ഹലോ ഗൈസ്, നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം കാസോടൻ മല്ലു. ഗൈസ്, അങ്ങനെ ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ നല്ല നാടൻ ബീഫ് പെപ്പർ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നല്ല നാടൻ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ലോക്കൽ ബീഫ് തന്നെയാണ്, യെല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പം ബീഫ് ഇതാ നമ്മൾ റൂമിൽ നിന്ന് കഴുകിയിട്ട് തന്നെ വന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് എന്താക്കാം, ബീഫിൽ നിന്നേക്ക് മാറ്റി അരിപ്പയിലേക്ക് ഇട്ട് നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ. ബീഫ് ഊറ്റിയെടുക്കാം. കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൽ ഫസ്റ്റ് നല്ല പാനിൽ വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് പെപ്പർ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആ കുക്കറിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച്. ഓക്കെ. അടുത്ത് നമ്മളെ ബിരിയാണിയിലിടുന്ന മുള്ളാണി ഇടുന്നുണ്ട് കേട്ടോ. ഈ നമ്മളെ നാട്ടിൽ മുള്ളാണി എന്നാ പറയല്ലേ, അത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതെല്ലാം കൂടി നല്ല പാങ്ങിൽ മിക്സ് ചെയ്യട്ടെ. കൈയിട്ട് നല്ല പാങ്ങിൽ മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി, തക്കാളി, പിന്നെ നമ്മിട്ട മസാലപ്പൊടികൾ, ഉപ്പ് എല്ലാം കൂടി നല്ല പാങ്ങിൽ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്താ അറിയില്ല, ഇന്ന് ഭയങ്കര കാറ്റാണ് ഗൈസ്. അപ്പോൾ വീഡിയോയിൽ വോയിസ് എല്ലാം ക്ലിയർ ഉണ്ടാവും എന്നറിയില്ല, നല്ല കാറ്റുണ്ട്. പിന്നെ നമുക്ക് ചൂട് ഇങ്ങനെ അറിയുന്നില്ല കേട്ടോ, കാറ്റുണ്ടായതുകൊണ്ട്. അപ്പം നമുക്കിത് ഏകദേശം മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് നല്ലോണം വേണ്ട, ബീഫിന് ഓൾറെഡി ഓയിൽ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ചു നോക്കാം കേട്ടോ. ബിസ്മില്ലാ. ഇപ്പം നമ്മൾ കുക്കർ അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഗ്യാസ് എത്തിക്കാം കേട്ടോ. ഇത് ഏകദേശം ഒരു 5 വിസിലടിയുന്നവരെ നമുക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ. 5 വിസിലടിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിനെ ഉരുളിയിലിട്ട് നല്ല റോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മളെ ബീഫ് പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ബീഫ് നല്ല പാങ്ങിൽ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത് നമുക്ക് അതിന് റോസ്റ്റ് ആക്കാനുള്ള ഉരുളി വെക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് തീ കത്തിക്കാം. നമ്മൾ ഉരുളി നല്ല പാങ്ങിൽ ചൂടായിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ. എണ്ണ നല്ല കട്ട് ചെയ്യുന്നുണ്ട്, തണുപ്പ കാരണം. വെളിച്ചെണ്ണ ഇത്ര മതി കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഈ കൊപ്പര ഇട്ട് കൊടുക്കാം കേട്ടോ. കൊപ്പര പീസ് ഇട്ട് കൊടുക്കാം. നല്ല പാങ്ങിൽ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇത് നമ്മളെ ഇതിൽ മസ്റ്റാണ് കേട്ടോ ഈ സാധനം. നല്ല പാങ്ങിൽ റോസ്റ്റ് ആട്ട്. ഈ ഒരു ബ്രൗൺ കളറിന് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി നല്ല പാങ്ങിൽ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് റോസ്റ്റിന് ആവശ്യമുള്ള ഉള്ളി. നമ്മൾ ഉള്ളി ഇതാ നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പൊ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടുത്തത് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല പാങ്ങിൽ മിക്സ് ആക്കി എടുക്കാം. അടുത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല പാങ്ങിൽ ബന്ധു കിട്ടും ഉപ്പിട്ട് കഴിഞ്ഞാൽ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം.
നമ്മളെ ഉള്ളി തക്കാളി എല്ലാം നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിനടുത്ത് നമുക്ക് ഇത് കുറച്ച് സമയം അടച്ചു വെക്കാം, നല്ല പാങ്ങിൽ ബന്ധ് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല സെൻറ്ററിലൊക്കെ ആക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. 2 മിനിറ്റ് അടച്ചു വെക്കാം. ഉള്ളി തക്കാളിയിൽ നേരത്തെ നമ്മൾ വേകാൻ വെച്ചായിരുന്നു. നമുക്ക് തുറന്നു നോക്കാം. ഉള്ളി തക്കാളിയിൽ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നല്ല പാങ്ങിൽ ബന്ധ് വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളിയിൽ നല്ല പാങ്ങിൽ ഉടഞ്ഞ്. ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പൊ ഗരം മസാല ഇടുന്നുണ്ട്. കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. അടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളെ മെയിൻ സാധനം നമ്മളെ പെപ്പർ പൗഡർ കുറച്ച് അധികം ഉണ്ടായി കേട്ടോ. ഇതെല്ലാം കൂട്ടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല പാങ്ങിൽ മിക്സ് ചെയ്യാം. ഇതെല്ലാം നല്ല പാങ്ങിൽ ബന്ധു വരട്ടെ. മസാലയിൽ നല്ല പാങ്ങിൽ ബന്ധു വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റൂതാ. മണം എന്നെല്ലാം പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. അല്ല വെച്ചാ ഒരു രക്ഷയില്ല മണം. ഏടുന്നായാലും ആൾക്കാർ ഇങ്ങനെ പാഞ്ഞു വരും, അങ്ങനത്തെ മണം. മസാലയിൽ നല്ല പാങ്ങിൽ ബന്ധു വന്ന് ഒരു രക്ഷയില്ല കേട്ടോ മണം. അടുത്ത ഇതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മളെ ബീഫാണ് കേട്ടോ. ബീഫ് നല്ല പാങ്ങിൽ വേവിച്ചെടുത്ത ബീഫാണ് ഇത്. നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ച ബീഫ് ഇതാ ഒന്ന് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാ. അതിന്റെ വെള്ളം കൂടി ഉണ്ട് കേട്ടോ. ബീഫിന്റെ സ്റ്റോക്കും കൂടി ഉണ്ട് ഇതിൽ. എണ്ണ കൂടി നല്ല പാങ്ങിൽ മിക്സ് ആയിട്ട് വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് വെച്ചിട്ട് നല്ല പാങ്ങിൽ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ബീഫ് ഇടുമ്പോൾ ആ മണം ഒരു രക്ഷയില്ല അല്ലേ ചാ. ഇതിലും നല്ല കിണ്ണമ്പാരിയ മണം. ബീഫും കൂടി ഇട്ടപ്പം പറയാൻ വാക്കുകളില്ല. നമ്മളെ ബീഫ് ഇതാ നല്ല പാങ്ങിൽ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കി നോക്കാം കേട്ടോ. ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ടോ നോക്കാം. ഉപ്പെല്ലാം അടിപൊളി കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല പാങ്ങിൽ വറ്റി വരണം. അപ്പൊ അതുവരെ നമുക്ക് ഇത് അടച്ചു നോക്കാം കേട്ടോ. അടുത്ത ഇതിലേക്ക് നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം കേട്ടോ. നല്ല വറുത്ത് വെച്ച തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്യാം കേട്ടോ. മണം ഒരു രക്ഷയില്ല. ഇപ്പൊ ഏകദേശം റോസ്റ്റിന്റെ പരിവായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കും. നമുക്ക് കുറച്ച് ഡ്രൈ ആണൊക്കെ ഞാൻ ഇഷ്ടം. കുറച്ചും കൂടി വറ്റട്ടെ കേട്ടോ. ഇതാ ബീഫ് റോസ്റ്റ് ഫുള്ള് സെറ്റായിട്ടാ. നല്ല പാങ്ങിലായിട്ടുണ്ട്. അടിപൊളിയായിട്ട് സെറ്റായി. നമുക്കടുത്ത് ഇതിലേക്ക് ചെറുങ്ങനായിരുന്നു നമ്മളെ മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ സാധനം സെറ്റ്. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മളെ ബീഫ് പെപ്പർ റോസ്റ്റ് ഇതാ ഫുള്ള് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഫുള്ള് സെറ്റ്. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പൊറോട്ടയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബീഫ് പെപ്പർ റോസ്റ്റ് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാ ബീഫെല്ലാം നല്ല പാങ്ങിൽ ബന്ധു വന്നിട്ടുണ്ട്. ഇതാ നല്ല പാങ്ങിൽ ബന്ധിന്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഇതാ പൊറോട്ടയുണ്ട്. ഞാൻ ജസ്റ്റ് ആദ്യം നമ്മളെ പെപ്പർ റോസ്റ്റ് എങ്ങനെ കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയതാ. മോനെ ഒരു രക്ഷയില്ല കേട്ടാ. കിട്ടുന്ന സാധനം നല്ല പാങ്ങിൽ വന്നിട്ട് ആ ബീഫും വെളിച്ചെണ്ണയും ആ പെപ്പറിനെല്ലാം സ്മെല്ലും ഇതെല്ലാം വായിൽ നല്ല പാങ്ങിൽ അറിയാൻ പറ്റുന്നു കേട്ടോ. നല്ല പാങ്ങിൽ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒന്നുകൂടെ കഴിച്ചു നോക്കാം. പറയാൻ വാക്കുകളില്ല ഗൈസ്. അത്രക്കും ഭയങ്കര ടേസ്റ്റ്. നമുക്ക് നമ്മൾ പറയുമ്പോൾ തന്നെ ആ വായിൽ ഇങ്ങനെ വെള്ളം വരും. അത്രക്കും ഭയങ്കരമായ ടേസ്റ്റ് ഇല്ല സാധനം. അപ്പം നമുക്ക് അടുത്ത പൊറോട്ടയും കൂടി കഴിച്ചു നോക്കാം കേട്ടോ. എന്താ ഒരു തേങ്ങ കൊത്ത് കൂട്ടാം. നേരത്തെ ഇട്ട് തേങ്ങ കൊത്ത് പിന്നെ ബീഫ് നമുക്ക് കഴിച്ചു നോക്കിയതാ. ആ തേങ്ങ കൊത്തെല്ലാം ഇങ്ങനെ വായിൽ നിന്ന് കടിക്കുമ്പോലെ ആ ഒരു ഫീലിംഗ് വേറെ തന്നെ കേട്ടോ. നല്ല പാങ്ങിൽ മുരിഞ്ഞോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. സാധനത്തിന്റെ സ്മെല്ലെല്ലാം വായിലേക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നു. ഇത് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കണ്ട. വെളിച്ചെണ്ണയിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ നോർമലി സൺഫ്ലവർ ഓയിലൊന്നും ഒഴിച്ചാൽ
നമുക്കൊരു ടേസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണയിൽ തന്നെ യൂസ് ആക്കാൻ പറ്റും നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.